വെൽക്കം ടു ഷാൻസ് ക്യൂസിൻ. ഇന്നത്തെ റെസിപ്പി വൈറ്റ് പെപ്പർ ചിക്കൻ ആണ്. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചതാണിത്, പിന്നെ കുറച്ച് തൈര്, കേടാണിത്, ഒരു 3-4 സ്പൂൺ തൈര്, പിന്നെ ചിക്കൻ. ഇതൊരു 250 ഗ്രാം ചിക്കനേ ഉള്ളൂ. അപ്പോൾ പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് ചൂടാക്കുക, പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചൂടായതിനു ശേഷം ആ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്നായി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ആയി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വൈറ്റ് പെപ്പർ ചിക്കനാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടി എന്താണെന്ന് വെച്ചാൽ പെപ്പർ പൗഡറാണ്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം. വൈറ്റ് കളറാണ് ചിക്കൻ ഉണ്ടാവുക. ശേഷം നമ്മൾ എടുത്തു വെച്ച ആ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തൈര് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസാണിത്, അധികമൊന്നും വേണ്ട, കുറച്ച് ചില്ലി സോസ്. നേരത്തെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇറച്ചിയിലോട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് പെപ്പർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റിയുമാണ്. ഒരു ഗ്രേവി ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.